ഹായ്, മൻസൂറാണ് പട്ടാമ്പിയിൽ നിന്ന് പേഴ്സണൽ വെൽനസ് അഡ്വൈസർ. ഇന്ന് ഈ ഒരു വീഡിയോക്ക് മുന്നിൽ എത്താനുള്ള കാരണം, ഇന്ന് നമ്മുടെ നാട്ടില് ഒരുപാട് കേട്ടുകേൾവിയുള്ള കാര്യമാണ്. ചെറുപ്പക്കാരായ ആളുകൾ വരെ സ്ട്രോക്കായി മരണപ്പെടുന്ന ഒരു അവസ്ഥ. അത് വരാണ്ടാവുന്ന കാരണം ഒരു വെൽനസ് കോച്ച് എന്ന നിലയിൽ ഞാൻ പറയുന്നു, നമ്മളെ തെറ്റായ ഭക്ഷണ രീതി, ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കുറവ്, അതുപോലെ തന്നെ നമ്മളെല്ലാം ഒരു സഡൻഡറി ലൈഫ് സ്റ്റൈലിലേക്ക് മാറി. സ്വിച്ച് ഇട്ടാൽ കാര്യം നടക്കുന്ന അവസ്ഥയിലേക്ക്, മിഷനറിയിലായി നമ്മളുടെ ഒരുവിധം പ്രവർത്തനങ്ങൾ മുഴുവൻ. പണ്ട് നടന്നിരുന്ന നമ്മള് ബൈക്കിലോ കാറിലോ ആയി മാറി. ദൈനംദിന ജോലികൾ നമ്മള് കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്തിരുന്ന കാര്യങ്ങൾ പലതും നമ്മൾ എന്താക്കിയിട്ടുണ്ട്, നമ്മൾ നീട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നിയന്ത്രിച്ചാലോ ശ്രദ്ധിച്ചാലോ നമുക്ക് ഇതിൽ നിന്നൊക്കെ കുറെ രക്ഷപ്പെടാം. എന്നാൽ അതിന് വരുന്ന ലക്ഷണങ്ങൾ നമ്മൾ കണ്ടെത്തണം. പെട്ടെന്നൊരിക്കലും നമുക്കൊരു സ്ട്രോക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അതിന്റെ ലക്ഷണങ്ങൾ ഒരു വർഷം മുന്നെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ, മാസങ്ങൾക്ക് മുന്നെങ്കിലും നമ്മൾക്ക് കാണിച്ചു തുടങ്ങും. അപ്പൊ 2-3 ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ കുറെയൊക്കെ രക്ഷപ്പെടാം. അതായത് നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾ കുറച്ചു നേരം ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ബാലൻസ് കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിൽ അതൊരു സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ കണ്ണിന്, നമ്മൾ പല സ്ഥലത്തേക്കും നോക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ സൂര്യൻ പ്രകാശം തട്ടുന്ന ഭാഗത്തൊക്കെ പലയിടത്തേക്കും നോക്കുമ്പോൾ നമുക്ക് ബ്ലറായിട്ട്, അതായത് 2 3 നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഒരു സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. ഇനി നമ്മൾ ഒരു സമയം കൈ ഇങ്ങനെ പിടിച്ച് നിന്നാല്, ആ കൈ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് നിന്നാല് ഒരു താഴ്ച വരിക, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞാൽ പതുക്കെ ഒരു കൈ അറിയാതെ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. അത് കഴിഞ്ഞ് നമ്മളെ ഫേസ് ചിരി കൂടുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് നമ്മളെ സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്നതിൽ, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ കൊഞ്ഞപ്പട, അതായത് നമ്മൾ സംസാരിക്കുന്നതിന് ക്ലാരിറ്റി വരാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അതൊരു സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാത്തിനും ടൈം എടുക്കുക. ഇപ്പൊ ഈ ഒരു സാധനം കയ്യിലെടുക്കണം, പക്ഷെ അതിലേക്കൊണ്ട് എത്താനൊരു ടൈം, അല്ലെങ്കിൽ നമ്മളൊന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്, അതിന് വരാൻ ടൈം എടുക്കുക. നമ്മളെ എല്ലാ ചലനങ്ങൾക്കും സമയമെടുക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. അപ്പൊ ഇങ്ങനെ പല ലക്ഷണങ്ങളും നമ്മൾ കാണുകയാണെങ്കിൽ അതിനേക്കാൾ ഉപരി നമ്മളെ ഐഡിയൽ പാരാമീറ്റർ, അതായത് ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ഉണ്ടോ നോക്കുക, ഫാറ്റ് പെർസെന്റേജ് കറക്റ്റ് ആണോ നോക്കുക, അതുപോലെ തന്നെ നമ്മളെ BMI കറക്റ്റ് ആണോ നോക്കുക. ഈ 3 അളവുകളും കറക്റ്റ് ആണ്. ഇതുപോലുള്ള ലക്ഷണങ്ങൾ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ, ഇത് അധികമാണ്, പാരാമീറ്റേഴ്സ് ഒക്കെ അധികമാണ്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്നുകിൽ ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വെൽനസ് കോച്ചിനെയോ സമീപിച്ച് നിങ്ങൾക്ക് ആ അവസ്ഥ എന്തിനാണ് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുന്നത് നല്ലത്. അത് നീട്ടിക്കൊണ്ടുപോയി പിന്നെ ആവാം പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയിട്ട് വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും എത്താതിരിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.